ശരീരമാസകരം വെട്ടേറ്റ രചിത വീട്ടിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു. രചിതയുടെ കുട്ടികളുടെ കൺമുന്നിലിട്ടാണ് ശാന്ത മരുമകളെ വെട്ടിക്കൊന്നത്. കുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത്. വെട്ടേറ്റു വീണ രചിത കുട്ടികളോട് വെള്ളം ആവശ്യപ്പെട്ടു. കുട്ടികൾ വെള്ളം നൽകുന്നതിനിടയിൽ തൽക്ഷണം ജീവൻ നഷ്ടമായി. പൂക്കോട്ടുംപാലം പോലീസ് ശാന്തയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രചിതയുടെ ഭർത്താവ് സുനിൽ ഓട്ടോറിക്ഷയിൽ ഓട്ടം പോയ സമയത്താണ് ദാരുണ സംഭവം അരങ്ങേറിയത്. ടാപ്പിംഗ് തൊഴിലാളിയായ സുനിൽ ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. രാവിലെ ചായ ചോദിച്ചപ്പോൾ ലഭിക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ശാന്ത പോലീസിന് നൽകിയ മൊഴി. സുഹൃത്തുക്കളെ, നമ്മുടെ മലപ്പുറത്തെ നാണം കെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറത്ത് ഒരു വിധമാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ശാന്ത എന്ന് പറയുന്ന ഒരു അമ്മായിമ്മയാണ്. അമ്മായിമ്മയുടെ ആ ഒരു സ്ത്രീയുടെ മകന്റെ ഭാര്യ രചിത എന്ന് പറഞ്ഞ സ്ത്രീ ചായ ചോദിച്ച് കിട്ടിയില്ല. അതും 1, 2, 3 തവണ ചോദിച്ചു അത്ര ചായ. ആ ചായ ചോദിച്ച് കിട്ടാത്തതായിട്ട് ഈ ഒരു സ്ത്രീ ചെയ്തത് ആ പാവം സ്ത്രീയെ വെട്ടിക്കൊല്ലുകയാണ്. അത് സ്വന്തം മകന്റെ ഭാര്യയാണ്. അവർ കൊച്ചുമക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും ആ ഒരു സ്ത്രീക്ക് ആലോചന ഉണ്ടാകുന്നില്ല. അത് ഭീകരമായിട്ട് തലയ്ക്കും കഴുത്തിനും നെഞ്ചിനൊക്കെ വെട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എത്രത്തോളം പകയുണ്ടായിരിക്കുമെന്ന് ആലോചിക്കേ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമായില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഒരു പക്ഷേ ഇവർ തമ്മിൽ വീട്ടിൽ എത്രയോ കാലമായിട്ട് ഇത്തരം വഴക്കുകൾ നടക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ നടക്കുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ അവരുടെ ഭർത്താവ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മലപ്പുറം ജില്ല ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ എടുത്തോളൂ, ഈ ഒരു അമ്മായിയമ്മ മരുമകൾ തമ്മിൽ ഇത്തരം വഴക്കുകൾ, പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് എല്ലായിടത്തും ഏറിയും കുറഞ്ഞുണ്ടെന്നുള്ളതാണ്. ഇതിനൊരു മാറ്റം വരുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 പെണ്ണുങ്ങളാണല്ലോ, 2 സ്ത്രീകളാണല്ലോ എന്നൊക്കെ എനിക്ക് പറയാം. അതായത് സ്ത്രീകൾ തന്നെയാണ് വളരെ വൃത്തിയായിട്ട് സ്ത്രീകൾക്ക് എതിരായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അർത്ഥം. പച്ചമറിച്ച് നമുക്ക് അങ്ങനെ പറയാം. എന്തായാലും ഇവിടെ നടക്കുന്നത് ചായ കിട്ടാത്തതാണ് പ്രശ്നം. നോക്കൂ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചായ ആ സ്ത്രീയുടെ ഒരു നടത്തവും മറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും. വളരെ ആരോഗ്യവതിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ നടത്തത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യവതിയായിട്ടുള്ള അവർക്ക് ചായ ഒരുപക്ഷെ ഇട്ട് കുടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ പറ്റില്ല. അതായത് ചില വീട്ടിലൊക്കെ ചില അവസ്ഥകളാണ്, ചില അമ്മായിമ്മമാരുടെ ചില അവസ്ഥകളാണ്. അവർക്ക് മരുമകൾ തന്നെ ചായ ഇട്ട് കൊടുക്കണം. അതെന്തൊരു അധികാര സ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ്. അടുക്കളയിൽ ഇന്ന സമയത്ത് അവർ കയറിയിരിക്കണമെന്നും അവർ കൃത്യമായിട്ട് ചായ ഇട്ട് തരണമെന്നും ചില നിർബന്ധത്തിന്റെ ഭാഗമായിരിക്കും. ഒരു പക്ഷേ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഈ രചിത എന്ന് പറയുന്ന സ്ത്രീയെങ്കിൽ വെറും 30 വയസ്സായിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികളും വിവാഹം കഴിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിക്കുക, പിന്നീട് ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയി താമസിക്കുക, അതുവരെ പരിചയമില്ലാത്ത ഒരു പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുള്ള ഒരു ഗതികേട് ഉണ്ടാവുക, പിന്നീട് അവിടെ അമ്മയും എന്ന് പറയുന്ന ഭർത്താവിൻ്റെ അമ്മയുണ്ടാവുക. അവരൊരു പക്ഷെ അതുവരെ ശീലിച്ച ഒരു അമ്മയെപ്പോലെ ഒന്നും ആവാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും എതിരായിട്ടൊന്നും പ്രവർത്തിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ ഒരിക്കലും ഇഴുകിച്ചേരാൻ പറ്റാത്തൊരു വിഭവമായിട്ട് ഈ 2 നടക്കുന്നതാണ്. ഇപ്പോഴും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില ഉള്ളേരിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് നടക്കുന്നതാണ്. അത് ഭീകരമാണ്. നിലമ്പൂരിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ മാതാവാണ് മരുമകളെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. നോക്കൂ, ഒരു ഗ്ലാസ് ചായയുടെ പേരിലാണ് ഈ ഒരു സ്ത്രീ അത്രയ്ക്കൊരു ക്രൂരത ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീ അവിടെ കാണാം, ഫുള്ള് ചോരൊക്കെ ആയിട്ട് ആ സ്ത്രീ ജീപ്പിലേക്ക് കയറാൻ നിൽക്കുക കാണാം. മുടി പോലും നരച്ചു പോയിട്ടില്ല. നിങ്ങൾ അവരെ ആ ശരീരത്തിൽ നോക്കിയുള്ളൂ, അത്യാവശ്യം ആരോഗ്യമുണ്ട്, മുടി പോലും നരച്ചു പോയിട്ടില്ല. ഇവരത് തയ്യാറായിട്ട് നിൽക്കുന്ന മാതിരിയുണ്ട്. വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ യാത്ര പോകാൻ വേണ്ടി നിൽക്കുന്ന മാതിരിയുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ ആ ഒരു സഞ്ചിയൊക്കെ ഇട്ടാണ് അവർ ആ ഒരു ജീപ്പിലേക്ക് കയറാൻ നിൽക്കുന്നത്. അവരെ ദേഹത്ത് മുഴുവൻ ആ ഒരു ചോരയുടെ പാടുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥ എന്നുള്ളത്. ഇതിനൊപ്പം തന്നെ വേറെ ചില വാർത്തകൾ കൂടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു അവസ്ഥകളാണ്. വേശ്യാവൃത്തി വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസം, സിനിമാ മേഖലയിൽ ഇത്തരം കഥകളും പുറം ലോകം അറിയില്ല എന്ന് ഒരു നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ പുതുമുഖങ്ങൾ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നെന്ന് നടി തനുശ്രീ. ഇത് എവിടെയാണ് അഭിനയിച്ചതെന്നറിയില്ല. സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരെ അന്ധമായി വിശ്വസിക്കരുതെന്നും കൃത്രിമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകാൻ സാധ്യതയുണ്ടെന്നും നടി മുന്നറിയിപ്പ് നൽകി. ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയാണ് തനുശ്രീ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നിങ്ങൾ സുന്ദരിയാണ്, നിങ്ങൾ നായികയാകാൻ ജനിച്ചവളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും നിങ്ങളെ വലിയ കെണിയിൽ ചാടിക്കും.
ഇത്തരം പുകഴ്ത്തലുകളിൽ വീഴുന്നവരാണ് പിന്നീട് പടിപടിയായി ചൂഷണങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്. സിനിമയിലേക്കുള്ള പ്രവേശനത്തിന്റെ ആവശ്യത്തിൽ പലപ്പോഴും വിവേകപൂർവ്വം ചിന്തിക്കാൻ പുതുമുഖങ്ങൾക്ക് കഴിയാറില്ല. ഇത് കൂടുതൽ അപകടങ്ങളിൽ പെടാൻ ഇടയാകും എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് ഈ തനുശ്രീ എന്ന് പറയുന്ന ഈ ഒരു നടി കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും രണ്ടും സ്ത്രീകളെ സംബന്ധിക്കുന്ന മോശം വാർത്തകൾ എന്നൊക്കെ പറയേണ്ടി വരും. ഒരു സ്ഥലത്ത് ഒരു കൊലപാതകമാണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് വേശ്യാവൃത്തിയിലേക്ക് അടക്കം നയിക്കുന്ന രീതിയിൽ സിനിമാ മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ തനുശ്രീ അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തൊക്കെയാലും നാട്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത രീതിയിലേക്ക് ആളുകൾ മറിക്കുന്നു. ഇതിന്റെ കമന്റ് സെക്ഷനിലേക്ക് പോയി നോക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് ആ ഒരു ആള് മരണപ്പെട്ടു പോയതിൻ്റെ, അതായത് കൊലപാതകം നടത്തിയതിൻ്റെ ഒരു ഇതിലേക്ക് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഞാൻ വായിച്ചു തരാം, നോക്കൂ. ഒരു കമന്റ് ഇങ്ങനെയാണ്: ഒന്ന്, അവർക്ക് നല്ല ചായയും കടിയും കിട്ടിക്കൊള്ളുന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല ഭീകരമായിട്ടുള്ള ഒരു കമന്റ്, സീരിയലുകൾ അപാരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ സ്ത്രീകൾക്ക് വരുത്തുന്നതാണ്. പണ്ടത്തെ കാലത്ത് പോലല്ല, ഈ പലപ്പോഴും ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ പല വീട്ടിലത്തെയും സ്ത്രീകൾ ഈ മറ്റു പണികളൊന്നും എടുക്കാൻ കഴിയാത്ത ആളുകൾ ഈ സീരിയലിന് മുമ്പിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന മ്യൂസിക്കുകളായിരിക്കും, നമ്മളൊരു വിധം ഭ്രാന്തമായ അവസ്ഥയിലെത്തിക്കുന്ന സംഗീതമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും ഇത് അതിഭീകരമായ രീതിയിൽ ഇത്തരം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഈ സീരിയലിലെ കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മായിമ്മയും മരുമോളും നമ്മളെ തല്ലൊക്കെ തന്നെയാണ്. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു, വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നു, കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ നോക്കുന്നു, വേറൊരു പുരുഷൻ അവിടേക്ക് കൊണ്ടുവച്ചിട്ട് വേറെ എന്തൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നീ പറയുന്ന തരത്തിലുള്ള കുരുത്തം കെട്ട കഥകൾ മാത്രമേ ഉള്ളൂ സീരിയലുകൾ. ഇതെല്ലാം ഈ സ്ത്രീകൾക്ക് ഒരു വലിയ സ്വാധീനമായിട്ട് മാറുന്നുണ്ടെന്നാണ് ഇപ്പോൾ കമന്റ് സെക്ഷൻ കൂടി നോക്കിയപ്പോൾ മനസ്സിലാവുന്നത്. എന്തായിരിക്കാം എന്ന് വലിയ പിടുത്തൊന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ പരിപൂർണമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. അതുവരേക്കും ബൈ.